സമാധാന ചർച്ചകളിൽ നേരിയ ആശ്വാസം കൊള്ളുമ്പോഴും ഇന്ന് പുലർച്ചെ 3:01 ഇസ്രയേൽ ലെബനിൽ ഒരു ശക്തമായ വ്യോമാക്രമണം നടത്തിയ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ലെബനനിലെ നബാത്തി നഗരത്തിലുള്ള ഒരു കെട്ടിടത്തിന് നേർക്കായിരുന്നു ബോംബാക്രമണം. അതിൽ 6 പേർ കൊല്ലപ്പെട്ടതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇന്നലെ നടന്ന ചർച്ചയ്ക്ക് ശേഷം ഒരു വെടിനിർത്തൽ പോലെ ആയിരുന്നു രംഗമെങ്കിൽ ഇപ്പോൾ വീണ്ടും അത് മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഇറാൻ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ ചർച്ചയിൽ, ഇസ്രയേലിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഒപ്പം തന്നെ ഹമാസും പറയുന്നു ഇത് ഇസ്രയേലിന് അനുകൂലമായി ചില ഉപാധികളുമായി മുൻപോട്ട് പോവുകയാണ്. ഏതായാലും ഈ ചർച്ചയിൽ പോലും ഇതിൻ്റെ കക്ഷികൾക്ക് സംശയം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി ലെബനിൽ ഉള്ള നബാത്തി നഗരത്തിലെ കെട്ടിടത്തിന് നേർക്ക് ആക്രമണം നടത്തിയത്. ഇത് ഏതായാലും ഇസ്രയേൽ മാധ്യമങ്ങൾ പറയുന്നത് ഇത് ഹിസ്ബുള്ളയുടെ ഒഴിഞ്ഞ കെട്ടിടമായിരുന്നു എന്നാണ്. പക്ഷേ 6 പേർ കൊല്ലപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതോടുകൂടി വീണ്ടും പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.